Hi guys, welcome to Deepak Media. ഞാൻ ഇന്നിവിടെ വെബ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ട്യൂട്ടോറിയൽ പഠിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും കൊമേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റുന്നതാണ്. ഇത് പഠിക്കാനും മനസ്സിലാക്കാനും പ്രോഗ്രാമിംഗ് നോളജിന്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഞാൻ ഇത് ബേസിക്സ് മുതലാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് വെബ് ഡെവലപ്മെന്റ്? വെബ് ഡെവലപ്മെന്റ് ചുരുക്കി പറഞ്ഞാൽ കുറച്ച് കോഡ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ക്രിയേറ്റീവ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ടാക്കും. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരാം ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്നാണ്. വെബ് ഡെവലപ്മെന്റ് ബേസിക്കലി 3 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: UI/UX, ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ഡെവലപ്പർ. ആദ്യം നമുക്ക് UI/UX നോക്കാം. UI/UXന്റെ ഫുൾ ഫോം ആണ് യൂസർ ഇന്റർഫേസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ് ഡിസൈനർ. ഇവരാണ് ക്രിയേറ്റീവ് ആൻഡ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഡിസൈൻസ് കൊണ്ടുവരുന്നത്. UI/UX ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്ന ടൂൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അഡോബ് ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, XD, സ്കെച്ച്, ഫിഗ്മ. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവർ വെബ്സൈറ്റ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഇവർ ഇത് ഇമേജ് ഫോർമാറ്റ് ആയിട്ടായിരിക്കും കൺവേർട്ട് ആക്കാം. PSD ഫോർമാറ്റ് എന്നാണ് നമ്മൾ സാധാരണ പറയുക. ആ ഡിസൈൻ ചെയ്തിരിക്കുന്ന PSD ഫോർമാറ്റ് ഇവർ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന് കൊടുക്കും. ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് ആ കോഡ് എടുത്ത് അത് ലൈവ് ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അതിന് മെയിൻ ആയിട്ട് 3 ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്: HTML, CSS ആൻഡ് JavaScript. ഇത് മൂന്നും വെച്ചിട്ടാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക. പക്ഷേ എന്ന് വെച്ച് ഇത് മാത്രമല്ല ഇവർ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ്. ഇതുകൂടാതെ തന്നെ jQuery, SAS, Bootstrap, React, Vue, Angular എന്നെല്ലാം യൂസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം കണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പേടിക്കേണ്ട, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ സിമ്പിളായി മെത്തേഡിൽ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അടുത്തതാണ് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്. UI ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത PSD ഫോർമാറ്റ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന് കൊടുക്കും. അത് അവർ കോഡിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സിന് കൊടുക്കും. ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ആ കോഡ് എടുത്ത് സെർവറായി കണക്ട് ചെയ്യും. അത് ചെയ്താൽ പിന്നെ ആ വെബ്സൈറ്റ് ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, യൂട്യൂബ് എക്സെട്ര. ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് ആണ് PHP, Node, Python, Laravel, Express ആൻഡ് Flask. ഇനി നമുക്ക് HTML, CSS, JavaScript യൂസ് ചെയ്ത് റഫ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ എക്സാമ്പിൾ നോക്കാം. കാരണം എൻ്റെ ഫസ്റ്റ് 3 കോഴ്സസ് HTML, CSS, JavaScriptലായിരിക്കും. സോ HTML ഉപയോഗിച്ച് നമ്മൾ ഡിസൈനേഴ്സ് തരുന്ന ഡിസൈനിൻ്റെ ലേഔട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അതിൽ സ്റ്റൈലിങ്ങോ കളറോ ആനിമേഷൻസോ ഒന്നും കാണില്ല, കാരണം അതും വെറും ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആണ്. അതിനെ നമ്മൾ ആനിമേറ്റ് ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ CSS ഉപയോഗിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് JavaScript. JavaScript യൂസ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം നടത്താം. എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ അതിന് പോപ്പപ്പ് ചോദിക്കില്ലേ, ഇത് ക്ലോസ് ചെയ്യണോ വേണ്ടയോ എന്ന്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് JavaScriptൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിലും കൂടുതലും ചെയ്യാൻ പറ്റും, പക്ഷേ ഇപ്പോൾ ഞാൻ ബേസിക് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കി അഡ്വാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ട്യൂട്ടോറിയൽസ് കവർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇറക്കാൻ പോകുന്ന കോഴ്സ് HTML ആയിരിക്കും. അപ്പോൾ HTML നമ്മൾ ആ കോഴ്സിൽ കൂടെ ബിഗിനർ ടു അഡ്വാൻസ് ലെവലിൽ എത്തിക്കാനാണ് എൻ്റെ പ്ലാൻ. HTMLനെ കുറിച്ച് ഒരു നോളജ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ കൂടെ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.